പള്ളി കമ്മിറ്റി അംഗങ്ങളിൽ വെള്ളമടിച്ചവനോ പലിശക്കാരനോ ലോട്ടറി കച്ചവടക്കാരനുണ്ടെങ്കിൽ പിന്നെ അവനെ കൊണ്ടെന്താ ഫായിദ? മസ്ജിദിൽ ബർക്കത്ത് ഉണ്ടാവില്ലല്ലോ. നിസ്കാരം ഇല്ലാത്തവൻ മസ്ജിദിൽ വന്നാൽ നിസ്കാരം ഇല്ലാത്തവൻ ശാഫി മദ്ഹബ് അനുസരിച്ച് മന്ദറക്ക സലാത്ത് അത് കഫറാവും മുശ്രിക്കാണെന്നാണ്. നിസ്കാരം ഇല്ലാത്തവനെ കാഫിറെന്ന് പിന്നെ പറഞ്ഞ വാക്കുന്നത്. നിസ്കാരം ഇല്ലാത്തവൻ പിന്നെ മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിക്കാൻ പറ്റുമോ? ആരാ മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്? ആരാണ്? ആരെ കയറ്റി ഇരുത്തണം? ഈ മസ്ജിദിൽ അർഹനായവരെ കയറ്റി ഇരുത്താത്ത നിങ്ങൾക്കും അള്ളാന്റെ ഭാഗത്ത് നേടിയാണ്. അതോർത്തോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ വാഴ് കേൾക്കുന്ന നിങ്ങള്, വോട്ട് ചെയ്യുന്ന നിങ്ങൾ ഇവരെ കയറ്റിയിരുത്തുന്നു, അവര് നിസ്കാരമില്ല. ഇവര് നിസ്കാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെടി കിട്ടും. കാരണം ഒരു അതിഥി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വോട്ട് ചെയ്തിട്ടാണ് ഒരു നമസ്കാരമില്ലാത്ത താരിഖ് സ്വലാത്തിനെ, ഒരു അയോഗ്യനായ ഒരു വ്യക്തിയെ സ്വാധീനത്തിന്റെ പേരിൽ നിങ്ങൾ പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് കയറ്റിയതെങ്കിൽ എന്റെ സഹോദര, അവൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും നിന്റെ ATM-ലും ഓരോ നാണയം വീണുകൊണ്ടിരിക്കും. ഓരോന്ന് വീണുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഓരോന്ന് വീണുകൊണ്ടിരിക്കും. നീയാണ് അവനെ കയറ്റിവിട്ടത്. എന്തിനു കയറ്റിവിട്ടത്? ഒരൊറ്റ വാക്ക് മതി. നോക്കുമ്പോ സുബൈർ ചിട്ടി കച്ചവടക്കാരനാണ്, പലിശ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ കവറുപാല് കച്ചവടം, മറ്റേ ഐറ്റം കച്ചവടം. കവറുപാല് സാധാ കവറുപാലല്ല, മറ്റേത് കിറുക്കം വരുന്ന കവറുപാല് കച്ചവടം. പിന്നെ കച്ചവടക്കാരാണ്. എല്ലാവരും തക്ബീർ വിളിച്ചു, കൈപൊക്കി, യാ അല്ലാഹ്, കയറ്റിയിരുത്തി കമ്മിറ്റിയിൽ കയറി ഇരുത്തിയതിന്റെ ഉത്തരവാദിത്വം ഈ കൈപൊക്കിയവന്മാർക്കെല്ലാം നാളെ അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കട്ടുപാരിയിട്ടില്ല, ഞാൻ മുടിച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടില്ല. നീ കൈപൊക്കിയത് കൊണ്ടാണ് അവനവിടെ കയറിയത്. നീ എന്തിനു കൈപൊക്കാൻ പോയി? നീ കൈപൊക്കിയത് കൊണ്ട് അവിടെ കയറി. കാരണം അതീതതാണ്. ഇന്ന് വരെ പള്ളിയുടെ മുറ്റം കണ്ടിട്ടില്ല. പള്ളിയുടെ മെഹ്റാബിന്റെ പെയിന്റ് എന്താന്ന് പോലും അവനറിയില്ല, ഒന്നും അറിയില്ല. അവൻ കയറി വരും പള്ളിയിൽ സംസാരിക്കാൻ. അവനായിരിക്കും പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ചർച്ച. അപ്പൊ ചില ആൾ, നിനക്കെന്തടാ അവകാശം? നിസ്കരിക്കാത്ത നിനക്കെന്തടാ അവകാശം? നീ വരെ ഇന്ന് വരെ പള്ളി കണ്ടിട്ടുണ്ടാ? അപ്പൊ ചോദിക്കും, എന്റെ വാപ്പാടെ വകയാണോടാ പള്ളി? എന്റെ വാപ്പ തങ്ങവാടാ. ഇവൻ അങ്ങോട്ട് തുടങ്ങും, തിരിച്ചങ്ങോട്ട്, ഇങ്ങോട്ട്, അങ്ങോട്ട്. എന്തായി സംഭവം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ഒരു കാലം, അടിപിടി കടിപിടി, അങ്ങനെ ഒരു കാലം വന്നാൽ അത് വഞ്ചനയുടെ കാലമായിരിക്കും. അന്ന് മസ്ജിദിൽ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു, വാൾപ്പയറ്റ് മസ്ജിദിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന്. അറിയാലോ നബി തങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിൽ പള്ളിക്കകത്ത് കസേരയ്ക്ക് വേണ്ടി വാൾപ്പയറ്റ് ഉണ്ടാകുന്നു നബി തങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഓർത്തോ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മസ്ജിദ് പരിപാലിക്കുന്നവർ ഒന്നുകിൽ പ്രവാചകന്മാരുടെ കൂലിയുള്ളവരായിരിക്കും. ഇബ്രാഹിം നബി പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയിട്ട് ആ കഅബയിലേക്ക് നോക്കി ദുആ ചെയ്തില്ലേ? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ. ഇബ്രാഹിമും മകൻ ഇസ്മാഈലും പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയതിനു ശേഷം ആ കഅബയിലേക്ക് നോക്കി അവർ ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഈ ഭവനം നീ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇന്നേ വരെ നമ്മുടെ മഹല്ലുകളിൽ സ്ഥാനം പിടിച്ച ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങൾ അവർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, റബ്ബേ നിന്റെ പള്ളിയാണ്, നിന്റെ മസ്ജിദാണ്, നിന്റെ വീടാണ്, എനിക്കിതിൽ കയറിയിരിക്കാൻ ഒരു യോഗ്യതയുമില്ല, അർഹതയുമില്ല. പക്ഷേ ഈ ജനങ്ങൾ എന്നെ ഈ കസേര ഏൽപ്പിക്കുകയായി അല്ലാ, അതുകൊണ്ട് ഞാൻ നിന്റെ ദർബാറിൽ മുട്ടുകുത്തി വീഴുകയാണ്, ഞാൻ എന്റെ നെറ്റിത്തടം സമർപ്പിക്കുകയാണ്. പടച്ചവനേ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. എന്നെ നീ സഹായിക്കണേ അല്ലാ. ഈ പണി നിന്റെ പൊരുത്തത്തോടു കൂടി പൂർത്തിയാക്കാൻ എന്നെ നീ സഹായിക്കണേ എന്ന് ഏതെങ്കിലും ഒരു ഭാരവാഹി ദുആ ചെയ്തിട്ടുണ്ടോ? പള്ളി കമ്മിറ്റിയിലെ അധികാരത്തിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്ത ഏതെങ്കിലും ഒരു കമ്മിറ്റി അംഗങ്ങൾ ഈ മജ്ലിസിൽ ഇരിപ്പുണ്ടെന്ന് കൈപൊക്ക്. ഞാൻ എല്ലായിടത്തും പോയിട്ട് ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൈപൊക്ക്. കള്ളത്തരം പറഞ്ഞു പൊക്കരുത്, അല്ലാഹ് മോളിൽ നിന്ന് ഇടിയരും. ഇബ്രാഹിം നബി പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ചെയ്ത ദുആ അതാണ്.
നമ്മള് കസേര കയറിയിരിക്കാനല്ലേ നമുക്ക് ആഗ്രഹം. ദുആ ചെയ്യണ്ടേ? അല്ലാഹ് നിന്റെ ഉത്തരവാദിത്തം 2 വർഷം എന്നെ ഏൽപ്പിച്ചു, എനിക്ക് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് പഠിച്ചവനെ. എന്തെങ്കിലും ഒരു ബൾബ് പീസായി പോയാല്, ബാത്റൂമിന്റെ കുറ്റി പോയാല് പഠിച്ചവൻ നീ എന്നോട് ചോദിക്കുമല്ലോ പഠിച്ചവനെ. എത്ര പള്ളിയുടെ ബാത്റൂമിന്റെ കുറ്റിയാ പോയി കിടക്കുന്നത്? ഏതെങ്കിലും കമ്മിറ്റിക്കാർ അന്വേഷിക്കണം. ക്ലോസറ്റ് വെള്ള ക്ലോസറ്റ് ആയിരുന്നു, മഞ്ഞ കളറായി. ഇന്ന് വരെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ബാത്റൂമില് വർക്ക് ചെയ്യുന്നില്ല. ഡോറിന് 4-3 ഓട്ടയുള്ളത്. ഇവൻ ചുയിങ്കം വാങ്ങിക്കൊണ്ടുപോയി ചുയിങ്കം നിന്നിട്ട് ഒട്ടിച്ചു വയ്ക്കുകയാണ്. ചുയിങ്കം ഒട്ടിച്ചു വയ്ക്കുക കാണാതിരിക്കാൻ. നമ്മ അപ്പുറത്തുനിന്നോണ്ട് നോക്കും, സ്കാനും ചെയ്ത് നോക്കും ആരാതിനകത്തിരിക്കുന്നതെന്ന്. ചെലന്തി വല പിടിച്ച് മൊത്തം കിടക്കാണ്. തൊപ്പിയില്ലാതെ പോയി തിരിച്ചു വരുമ്പോൾ തൊപ്പിയോട് കൂടി ഇറങ്ങി വരാണ്. മൊത്തം ആവരണം ചെയ്തിരിക്കുന്ന തൊപ്പിയാണ് സംഭവം. മൊത്തം ബാത്റൂമിന് കക്കൂസിന്റെ ബാത്റൂമിനകത്ത് നല്ലൊരു ബക്കറ്റ്. ഒരു ബക്കറ്റ് സോപ്പ് പൊടി മേടിച്ച ഫ്രീ ആയിട്ടൊരു ബക്കറ്റ് കിട്ടും. ആ ബക്കറ്റെല്ലാം മേടിച്ച് അതുമില്ല. ആർക്കും വേണ്ടാത്ത കരിയോയിൽ ബക്കറ്റ്, അതും കീറിയത് മൂടും പറഞ്ഞത് അതെല്ലാം കൂടെ കൊണ്ട് വള്ളിക്കകത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നതോറും അടി കൂടെ ഇങ്ങനെ ചോർന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. പൈപ്പ് ഓണാക്കുന്നതോറും ചോർന്ന് വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തിരിക്കുന്ന മഗ് അത് 2ആയിട്ട് ഓപ്പറേഷൻ ചെയ്തത്. അതെടുക്കുമ്പോൾ പകുതി അങ്ങോട്ട് പകുതി ഇങ്ങോട്ട്, ബാക്കി നമ്മുടെ ഉള്ളിലേക്ക്. ഇത് നോക്കാൻ ഏതെങ്കിലും കമ്മിറ്റിക്കാരുണ്ടോ? ഇവനെ അള്ള വിടുവോ? ഇവനെ അള്ള വിടുവെന്നാണോ നിങ്ങളുടെ ലക്ഷ്യം? മസ്ജിദ് തഹിറ ശുദ്ധിയാക്കണം. പ്രസിഡന്റ് പോയിട്ട് ക്ലോസറ്റ് കഴിവ്, സെക്രട്ടറി പോയിട്ട് ക്ലോസറ്റ് കഴിവ്, 21 കമ്മിറ്റി അംഗങ്ങൾ പോയിട്ട് ബാത്റൂം കഴുകി കാണിച്ചു കൊടു മാതൃക. അല്ല കറക്കാസേരി ഇരുന്ന് കറങ്ങിട്ട് ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, നാളെ മൂലത്തിൽ അള്ളാഹു കമ്പി കയറ്റും. മൂലത്തി കമ്പി കയറ്റും. വെറുതെ പറഞ്ഞല്ല. ഹദീസ് ഞാൻ ഓതിയതാണ്. ഇദാ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ. നാളെ ആഖിറത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ ലികുല്ലി ഖാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ. ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മനുഷ്യ അവന്റെ 13 വർഷത്തിന്റെ കാലയളവിൽ, 3 വർഷത്തിന്റെ കാലയളവിൽ, 10 വർഷത്തിന്റെ കാലയളവിൽ, 5 വർഷത്തിന്റെ കാലയളവിൽ നിന്നെ കൊണ്ട് ഭരണീയർ അനുഭവിച്ച വേദനയും ദുഃഖത്തിന്റെയും പേരിൽ യുൻസബു ഇൻദസ്തിഹി, അല്ലാഹു അവർക്കൊരു കൊടി നാട്ടി കൊടുക്കുമത്രേ. ലികുല്ലി ഖാദിരിൻ ലിവാ. ഓരോ വഞ്ചകന്മാർക്കും കൊടി അല്ലാഹു കൊടുക്കുമത്രേ. ആ വഞ്ചനയുടെ ബിഖദിരി ഖദ്റതിഹി, അവന്റെ വഞ്ചനയുടെ തോതനുസരിച്ചാണ്. 3 വർഷമാണ് അവൻ ഈ മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിച്ചുകൊണ്ട് ഈ സമുദായത്തെ വഞ്ചിച്ചതെങ്കിൽ ആ 3 വർഷത്തിന്റെ കൊടിയാണ് യുൻസബു ഇൻദസ്തിഹി, അവന്റെ മൂലത്തിലാണ് അത് തിരികെ കയറ്റുക. അവന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോ ഇവൻ ഈ മൂലത്തിലെ കൊടിയുമായിട്ട് കുത്തിപ്പിടിച്ച് വേദന കൊണ്ട് നിലവിളിക്കുമ്പോ ആളുകൾ ചോദിക്കും, മൻ ഹാദാ, ആരാണിവൻ, ആരാണിവൻ? ഫയുഖാലു, പറയപ്പെടും, ഹാദാ ഖദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന പള്ളിയിലെ പൈസ അടിച്ചു മാറ്റിയവനാണ്, ഇന്ന മക്ബറയിലെ പൈസ അടിച്ചു മാറ്റിയവനാണ്, ഇന്ന മദ്രസയിലെ പൈസ അടിച്ചു മാറ്റിയവനാണ്, ഇന്ന ഉസ്താദിന്റെ പണം അടിച്ചു മാറ്റിയവനാണ്, ഇന്ന പൊതു ഖജനാവിലെ പണം അടിച്ചു മാറ്റിയവനാ എന്ന് അവന്റെ മുന്നിൽ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു കൊണ്ടുപോകുമത്രേ. നടന്നോ? നൂരാൻ പറ്റൂല. ഭയങ്കരമായിട്ട് പൈപ്പ് അള്ള കയറ്റി വിടുന്നത്. നൂരാൻ പറ്റൂല സാധനം. കുനിച്ച് വൃത്തി അങ്ങോട്ട് കയറ്റി വിട്ടുകൊടുക്കും. യുൻസബു ഇൻദസ്തിഹി, അവന്റെ മൂലത്തിൽ കയറ്റുന്ന അതീത അല്ലേ? വെറുതെ ആന്നോ? കർക്കസരെ കുറച്ച് നാള് നല്ല കുഷ്യൻ സീറ്റ് ഇരുന്നല്ലേ? കേറട്ടെ കേറട്ടെ അല്ല, ഇരുന്ന് സൂചിച്ചല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ മസ്ജിദിന്റെ കാര്യം? ചെലന്തിവല പിടിച്ചെടുക്കുന്നു. ആ കാർപ്പറ്റ് സുജൂദി പോകുന്നവൻ മൊത്തം അലർജി ആയിട്ട് എഴുന്നേക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത സുജൂദിന് എഴുന്നേക്കുമ്പോ അള്ളാഹു അവിടെ തൂറി, ഇവിടെയും തൂറി, ആകെ നശിച്ച്. ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുത്തൂടെ? ബൾബ് കത്താൻ എത്ര ദിവസമായി? ആ ക്ലോക്ക്, ഓരോ പള്ളിയിലും പോയി ക്ലോക്ക് നോക്കുക അബീവേ, എപ്പോഴും 11:25 ഉള്ളത്. ഒരു സമയത്ത് കൃത്യസമയമില്ല അതിനകത്ത്. എപ്പോ നോക്കിയാൽ ഒരു ബാറ്ററി വാങ്ങിയിടാൻ നിന്നെ കൊണ്ടാകുന്നില്ല. പിന്നെ ഇയാൾ എന്നാത്തിനാ അതിനകത്ത് കയറി ഇരിക്കുന്നത്?
എന്തിനാ ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം? എന്തിനാ നിങ്ങൾ മഹലിൽ കെട്ടി ഇതിന് കടിപിടി കൂടുന്നത്? എന്തിനാ? പൈസ അടിച്ചു മാറ്റാൻ. അല്ല പിന്നെ വേറെന്ത്? റോളിംഗ് ഈ 3 വർഷം കൊണ്ട് റോളിംഗ് നടക്കും. ഓർത്തോ, പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈമാനിക പവർ വേണം. ഈമാനിക പവർ ഇല്ലാത്തവൻ പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യാൻ പാടില്ല, പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കാൻ പാടില്ല. പള്ളിയിലെ ഇമാറത്തുൽ മസ്ജിദ്, പള്ളിയുടെ ഭരണത്തെക്കാളും നിങ്ങൾ ഇനി നാട്ടുകാർക്ക് ചാപ്പാട് കൊടുക്കുന്നവരാണ്. കമ്മിറ്റി ഞങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കുന്നവരാണ്, സമൂസ കൊടുക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പ് കഞ്ഞി കൊടുക്കുന്നവരാണ്, നോമ്പ് തറപ്പിക്കുന്നവരാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആദ്യം ഈമാൻ. അല്ലാഹയെ വിശ്വസിക്കണം, ആഖിറത്തെ വിശ്വസിക്കണം, ആ ഖബറിനെ വിശ്വസിക്കണം, നാളെ ഇതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസമുള്ളവനായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ കുറെ സദഖകൾ ചെയ്യുന്നവരാണ്, നിസ്കരിക്കാൻ പറയുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പ് തുറക്കാൻ പറയുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നവരാണ്, ഇറച്ചിച്ചോറ് വെച്ച് കൊടുക്കുന്നവരാണ്, എല്ലും കപ്പയും വെച്ച് കൊടുക്കുന്നവരാണ്, പൊറോട്ടി ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. നോ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ആയത്ത് കേട്ടോ. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين أجعلتم سقاية الحاج وعمارة المسجد الحرام ഹാജിമാർക്ക് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കലും ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും പരിശുദ്ധമായ മസ്ജിദുൽ ഹറമൈനി ഷരീഫൈനി പരിപാലിക്കലും കമൻ ഒരുവനെ പോലെയാണോ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ് ആഖിറത്തെ കുറിച്ച് വിശ്വാസമുള്ളവനെ പോലെയാവൂല, ഖബറിനെ കുറിച്ച് വിശ്വാസമുള്ളവനെ പോലെയാവൂല, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവനെ പോലെയാവൂല. ഞാൻ പള്ളിയിൽ 13 വർഷം ഞാൻ കമ്മിറ്റി മെമ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ അഭിമാനിക്കാൻ ഒരു വകയുമില്ല സഹോദരാ. നമസ്കാരമില്ല, നിനക്ക് നിരീശ്വരവാദിയായിരുന്നു, ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു, 55 വർഷം ഭൗതികമായ തലത്തിൽ ജോലി ചെയ്തിട്ട് നമസ്കാരമില്ലാതെ കമ്മിറ്റിയുടെ കസേരയിൽ കയറിയിരുന്നിട്ട് ഇബാദത്തില്ല, നമസ്കാരമില്ല, പള്ളിക്ക് വേണ്ടി ധാരാളം ഖിദ്മത്ത് നീ ചെയ്യുന്നുണ്ടാകാം. കമൻ ആമന ബില്ലാഹ്, നമസ്കാരമുള്ള ഈമാനുള്ള ഒരു വ്യക്തിയെ പോലെ നീ ആവില്ല പ്രസിഡന്റ്, നീ ആവില്ല ഖജാൻജിയെ, നീ ആവില്ല സെക്രട്ടറിയെ. അല്ലാഹുവിനെ വിശ്വസിക്കുകയും ആഖിറത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മസ്ജിദിന്റെ കസേരയിൽ കയറിയിരിക്കാൻ അനുവാദമുള്ളൂ. ഇല്ല എങ്കിൽ നാളെ നരകത്തിന്റെ തീ പൊരിയാലുള്ള കസേരയിൽ അല്ലാഹു നിന്നെ കൊണ്ടിരുത്തും. വേണമെങ്കിൽ പോയിരുന്നു, ഇനി വേണമെങ്കിൽ കയറിയിരുന്നോ, താല്പര്യമുള്ളവർക്ക് കയറിയിരുന്നോ. നിസ്കാരമില്ല, ഇബാദത്തുമില്ല, ഞങ്ങൾ പള്ളിയുടെ പെയിന്റ് അടിച്ചവരാണ്, ഞങ്ങൾ പള്ളിയിൽ 3 നില കെട്ടിയവരാണ്, ഞങ്ങൾ 9 കുബ്ബ കെട്ടിയവരാണ്, ഞങ്ങൾ CCTV പള്ളിയിൽ വെച്ച് കൊടുത്തു, ഞങ്ങൾ കാർപ്പറ്റ് നിറച്ചു. പൊതുയോഗത്തിന് പറയുന്ന വാക്കാണ്, ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റേ ചെയ്ത് മറ്റേത് ഒക്കെ ചെയ്തു. അപ്പൊ സുബൈറാക്ക് എഴുന്നേറ്റ് വയ്ക്കും, അല്ല നിനക്ക് നിസ്കാരം ഉണ്ടോ? ഞങ്ങൾ നിസ്കരിച്ചില്ലല്ലോ, എന്താണോ ഞങ്ങളിവിടെ പള്ളിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, എന്താ കുറവ് വന്നത് ഇവിടെ? എന്താ കുറവ്? ഏറ്റവും വലിയ കുറവാ നിങ്ങളിപ്പോ നടത്തിയത്. നിങ്ങൾ ഈ ചെയ്തത് പോരാ. അല്ലാഹ് പറഞ്ഞ വാക്കായത്, ഞാൻ പറഞ്ഞ വാക്കല്ല. ഇബാദത്തുള്ളവനും നമസ്കാരമുള്ളവനും ഈമാനുള്ളവനെയും പോലെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്തവനോ നാട്ടുകാർക്ക് ചാപ്പാട് കൊടുത്തവനോ സംസം വെള്ളം കൊടുത്ത് സിഖായത്തുൽ ഹാജ്, ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും മസ്ജിദുൽ ഹറമൈനി ഷരീഫിനെ പരിപാലിക്കുന്നതും ഇത് ശ്രേഷ്ഠമാവുമോ ഒരു ഈമാനുള്ളവനേക്കാൾ? ഈമാനുള്ളവനാണ് മസ്ജിദിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. നിസ്കാരമില്ലാത്ത നിരീശ്വരവാദികളും രാഷ്ട്രീയക്കാരൻ മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ബാങ്ക് വിളിക്കുമ്പോ പുറത്തോട്ട് പോകുന്ന ശൈത്താന്മാരായി മാറരുത്. അങ്ങനെയുള്ളവർക്ക് പള്ളിയുടെ ഉത്തരവാദിത്തം കൊടുത്താൽ അവർക്കിറങ്ങുന്ന ശിക്ഷ ആ മഹല്ലിൽ 500 പേർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അവരെ കേട്ടണോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ.